ഹായ് ഗായ്സ്, ഇത് നമ്മൾ ഫാർ ക്രൈ 3 സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നേരത്തെ പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പന്നിവേട്ട രണ്ടാമത് വീണ്ടും കാണിച്ചത്. ഓക്കെ, നമ്മൾ ആ ടാസ്ക് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഡെന്നിസിനെ കാണാൻ പോയിരിക്കുകയാണ്. നമ്മൾ ജംഗിളിൽ, അതായത് കാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഡെന്നിസിനെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഡെന്നിസ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരനോട് നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞ പ്ലാന്റ്സും ആനിമൽസിനൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. Good. Then bend nature to your will. I will teach you. Now use the plants you found to craft 2 syringes. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറിച്ച ഗ്രീൻ ലീഫും ബ്ലൂ ലീഫും ഒക്കെ വെച്ചിട്ട് ഓരോ സിറിഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ് പുള്ളി. ഇത് നമുക്ക് ഹീൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കും. അതുകൂടാതെ നമ്മളിപ്പോൾ കൊന്ന പന്നീൻ്റെ റോല് വെച്ചിട്ട് റൂക്ക് സ്റ്റാക്ക്, അതായത് നമ്മൾ ലൂട്ടിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന ഒരു തുകൽ കൊണ്ടുള്ള എന്തോ ഒരു സാധനമാണ്, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ക്രാഫ്റ്റിംഗ് മെനുവിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം. ഇതൊക്കെ അത്ര വലിയ കോംപ്ലക്സ് അല്ല, കുറച്ച് ഉപയോഗിക്കുന്നുണ്ടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Let me show you how to add to them. With each tatau, a skill is mastered. You can choose to learn skills in 3 different areas. Now, I will teach you the takedown. ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പുതിയ സ്കില്ല് പഠിക്കുമ്പോഴും നമ്മളെ കയ്യിലോ അല്ലെ ദേഹത്ത് എവിടെയെങ്കിലും ഓരോ ടാറ്റു അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വാസിൻ്റെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ നമ്മളെ കയ്യിൽ ഡെന്നീസ് ടാറ്റു അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നമ്മൾ ഓരോ പുതിയ സ്കില്ല് പഠിക്കുമ്പോഴും ടാറ്റുവിൻ്റെ എണ്ണം കൂടി വരുന്നതെന്ന് പുള്ളി പറയുന്നത്. The tatau. Hey, Felipe, we are driving to the outpost near Amanaki. We have one of the Americans. Come, have some fun. What the hell? Lisa! Oh, shit! We have to get her back. Come, follow. ഓക്കെ, ഇപ്പോൾ റിങ് ചെയ്ത ഫോൺ നമ്മളെ ഫോണല്ല, വാസിൻ്റെ കമ്പനിയിൽ നിന്ന്, സോറി, താവളത്ത് നമ്മൾ രക്ഷപ്പെടുമ്പോൾ അടിച്ചു മാറ്റിയ ഫോണാണ്, അവരുടെ ഫോണാണ്. അവരുടെ ഫോണിൽ നിന്നാണ് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ കരച്ചിൽ കേൾക്കുന്നത്. അത് തീർച്ചയായും നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും. ലീസ എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നാണ് കരുതുന്നത്. So we're heading into a fight. Yes, a worthwhile one. Rescuing your friend will kill 2 pigs with 1 stone. We are at war with Vas. Taking outposts from the pirates is key to reclaiming the island. We conquer one for Rakyat, the area becomes safer. This means faster travel for everyone. New opportunities to develop your skills as a warrior. Who's in the truck? Rakyat warriors, the true Rakyat, who live at the heart of the island. The Tatau will help them to trust you. Look, I appreciate your help, but I just want to save Lisa and my friends. My brother. This is the only way to get them back alive. You escaped the slave camp. You survived. It is time to fight. We are all equal, Jason. The difference lies in those who do not act. That is the difference. All right, let's do this. Like you. I was once a stranger here. You are not alone, my friend. We will wait for you to begin the attack. ഓക്കെ, എന്താ നമ്മളോട് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റിലാണ് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഉള്ളത്. അപ്പോൾ അവളെ തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഔട്ട് പോസ്റ്റ് ലിബറേറ്റ് ചെയ്ത്, അതായത് അറ്റാക്ക് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെ കൊന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഔട്ട് പോസ്റ്റ് എന്ന് പറയുന്നത് വാസിൻ്റെ ടീമുകൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഒരു പ്രദേശത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളായിരിക്കണം ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളെ കയ്യിൽ ടാറ്റു കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ ഇമ്പ്രസ്ഡ് ആണെന്നാണ് പറയുന്നത്. നമ്മളാ പോലും ഫസ്റ്റ് അറ്റാക്ക് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. ഇവിടെ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഔട്ട് പോസ്റ്റുകളിൽ നായ ഉണ്ടാവും. നായ ഭയങ്കര ശല്യമാണ്. അമ്മമാർ വന്ന് വരച്ച് കണ്ടുപിടിച്ചു കൊടുക്കും. നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും ഡോഗ്സ്. ഞാനിത് കളിച്ചിട്ട് കുറച്ചായി. ഫസ്റ്റ് ട്രയൽ കിട്ടുമെന്ന് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഈ ക്യാമറയും നമ്മൾ അടിച്ചു മാറ്റിയതാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് 3 കാര്യങ്ങൾ അടിച്ചു മാറ്റിയതിന്, ഒരു മാപ്പ്, ഒരു മൊബൈൽ ഫോൺ, ഒരു ക്യാമറ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 4-5 പേരുണ്ട്. നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ അറ്റാക്ക് തുടങ്ങി വെച്ചാൽ മതി. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ അറ്റാക്ക് ഫിനിഷ് ചെയ്തോളും, കുഴപ്പമില്ല. മാക്സിമം സ്റ്റെൽത്ത് കില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കല്ലെറിഞ്ഞ് നോക്കാം. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ നിലവിൽ അവർ ഡിറ്റക്റ്റ് ചെയ്തിനില്ല, ഇനിയും ഡിറ്റക്റ്റ് ചെയ്തിനില്ല. സ്റ്റെൽത്ത് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ XP കുറച്ച് അധികം കിട്ടും, പെട്ടെന്ന് XP കയറും. നോർമൽ കില്ലിനാ കാണിയും. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ 2ാമത്തെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇനിയും ആളുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ഒരു ആളുള്ളത് അവർക്ക് മനസ്സിലായി, പക്ഷേ എവിടെയാണെന്നുള്ള നമ്മളെ ലൊക്കേഷൻ അവർക്ക് മനസ്സിലായിട്ടില്ല.
പക്ഷേ അവർക്ക് മനസ്സിലായില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നായില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നായി ഉണ്ടെങ്കിൽ വിഷയമാവുമായിരുന്നു. ഓക്കെ, അവിടെ ഒരാളുണ്ട്. ഗണ്ണിൽ കിട്ടും. ഇത് പിസ്റ്റലാണ്, അതുകൊണ്ട് അധികം ദൂരത്തേക്ക് ഷൂട്ട് ചെയ്യാൻ ചാൻസ് കുറവായി. ഒരു 2 പേരുണ്ടല്ലോ. ഓക്കെ, നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒറ്റ ബുള്ളറ്റിൽ 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നായുണ്ട് കേട്ടോ. നായി വളരെ ശല്യമാണ്. ഇവരെ എങ്ങനെയെങ്കിലും നമുക്ക് മനുഷ്യന്മാരെ എങ്ങനെയെങ്കിലും വെടിവെച്ചില്ല. ഓക്കെ, നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഔട്ട് പോസ്റ്റ് ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഔട്ട് പോസ്റ്റ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ലിസേനെ കണ്ടുപിടിക്കണം. അതിന് മുന്നേ ഒന്ന് ഹീൽ ചെയ്ത് റീലോഡ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ലൂട്ട്, അതായത് നമുക്കിങ്ങനെ ഇതേപോലെയുള്ള ഡെഡ് ബോഡീസിൽ നിന്നാണ് മാക്സിമം പൈസയും ലൂട്ടും കിട്ടുക. അല്ലാതെ പൈസ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. വളരെ ചെറിയതൊരു ബാക്കിയുള്ള ഗെയിമിലുള്ള പോലെ ഒരുപാട് എമൗണ്ട് ഒന്നും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം കൊല്ലുന്ന ആൾക്കാരുടെ ലൂട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലിസേനെ ഈ ഔട്ട് പോസ്റ്റിലേക്കാണ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. She's not here. The outpost near Amanaki is under attack. Where is the American prisoner? We lost her. What? She escaped on the west side of the fucking island. I'll tell you about it when we get there. She escaped. Jason, you are worthy of the tattoo. Worthy to walk the path of the warrior. We found one of your friends at the colonist's house. Dr. Earnhardt to the west. But do not worry. Is he safe there? The doctor will be waiting for you. To the west? Did he tell you which friend? No, but we will keep continuing our search for the others. I will radio you if we hear more. നമ്മൾ അന്വേഷിച്ച് വന്ന ലിസ ഇവിടെ ഇല്ല. അവൾ ഈ ഐലൻഡിൻ്റെ വെസ്റ്റ് സൈഡിൽ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് വന്ന ആ ഒരു വോയിസ് നോട്ട്. ഇപ്പോൾ നമ്മളോട് ഡെന്നിസ് വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഏൺഹാർഡ് അങ്ങനെ പറയുന്നൊരു പുള്ളിക്കാരനുണ്ട്. ഇവിടെയുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ നമ്മൾ രക്ഷപ്പെട്ടു പോയ ലിസ എന്ന് പറയുന്ന ക്യാരക്ടർ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് കൂടുതൽ മിഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹണ്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരാടുണ്ട്. ആടിനെ വേണം, ഒരു 3-4 ആടിനെ വേണം, പന്നീനെ വേണം, മാനിനെ വേണം. ഞാനങ്ങനെ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഹണ്ട് ചെയ്യുന്നതൊക്കെ അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതല്ല. ഞാനൊരു സ്റ്റോറി ബേസ് ആയിട്ട് ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നത് വീഡിയോ. ഓക്കെ, ഒന്ന് പോരാ വേണം. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ണിൽ കാണുന്ന എല്ലാ ജീവികളെയും കൊല്ലുന്ന 2 കാര്യത്തിനാണ്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതിൻ്റെ മെറ്റീരിയൽസ്, റിസോഴ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്ത ജീവികളെ നമ്മൾ കൊല്ലുന്നെങ്കിൽ നമുക്കതിനെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുക. അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. അങ്ങനെ ഞാനെന്തിന് ആട് തൊട്ട് തുടങ്ങി സ്രാവ്, മാന്, നായി, അങ്ങനെ ഈ കാട്ടിൽ കാണുന്ന ഒരുവിധം എല്ലാത്തിനെയും കൊന്നു. ഇങ്ങനെ കില്ല് ചെയ്യുന്നതിനെ കൊണ്ടുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെപ്പൺ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് കൂടും. നമുക്ക് കുറച്ച് സ്കില്ല് കൂടും. നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ടുള്ള ഫൈറ്റിലൊക്കെ ഗൺ ഫൈറ്റ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഹണ്ടിങ്ങിലൂടെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ അത്യാവശ്യം ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഞാൻ 4 സ്ലോട്ട് ഉണ്ടാക്കി. ആ 4 സ്ലോട്ടിലും ഗണ്ണ് വാങ്ങി. അതിനുശേഷം ഡോക്ടർ ഗ്രാൻഡിൻ്റെ വീട്ടിലേക്ക് എന്നെ വീണ്ടും പോകാമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡോ പേരെന്തോ മറന്നുപോയി. ഡോക്ടർ വീട്ടിലേക്ക് എന്നെ വീണ്ടും പോകാമെന്ന്. അതാണ് നമ്മുടെ അടുത്ത മിഷൻ വരുന്നത്. ഡോക്ടറെ പോയിട്ട് ഒന്നുകൂടി കാണണം. എന്നാൽ വിഷയമൊന്നും അറിയില്ല. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ജീവികൾക്കൊന്നും ഒരു പഞ്ഞുമില്ല. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ അനിമൽസ് ഉണ്ട്. ഒന്ന് നമ്മുടെ കൈകടയും, അതേ ഉള്ളൂ. ഡോക്ടർ ഗ്രാൻഡിൻ്റെ വീട്ടിലേക്കുള്ള ആദ്യ സന്ദർശനം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു, മാജിക് മഷ്റൂം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ പോർഷൻ ഇവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളായിട്ടുള്ള പെൺകുട്ടി ലിസ എന്ന് പറയുന്ന പെൺകുട്ടി, ലിസയല്ല മറ്റൊരു പെൺകുട്ടിയാണ് ഇവിടെ ഡോക്ടറെ കയ്യിൽ കിട്ടിയത്. ആ പെൺകുട്ടിക്ക് ഒരു മരുന്ന് വേണം. നമ്മളത് പോയി ഒരു കേവിൽ നിന്ന് പറിച്ചു കൊടുക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഓൾറെഡി അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ വീണ്ടും അത് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് ആ ഒരു പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഔട്ട് പോസ്റ്റ് ലിബറേറ്റ് ചെയ്യാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ശല്യം അല്ലാതെ കൂടി വരിക. ഒരു സ്ഥലത്തും ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇവന്മാരെ ആൾക്കാർ വണ്ടിയിൽ തലങ്ങും വിലങ്ങും പോവുക. ഇവന്മാരെ ശല്യം ഒഴിവാക്കണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഇവന്മാരെ ഔട്ട് പോസ്റ്റ് നമ്മൾ പിടിച്ചെടുത്തേ പറ്റൂ. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു കടുവയുണ്ട് കൂട്ടിൽ. അതിൻ്റെ കൂടങ്ങ് തുറന്നു വിടാം. പകുതി കാര്യം കടുവ നോക്കിക്കോളൂ. ഓക്കെ, ഇതാണ് ഈ ഒരു സ്നൈപ്പർ ഗണ്ണിൻ്റെയൊക്കെ ഗുണം. നമ്മൾ തുടക്കത്തിൽ തന്നെ കുറച്ച് റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് അത്യാവശ്യം ഫണ്ടൊക്കെ റെഡിയാക്കി നല്ല മെച്ചപ്പെട്ട ഗണ്ണൊക്കെ വാങ്ങിയതുകൊണ്ട് നമുക്ക് കുറച്ച് ഭേദപ്പെട്ട രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊരു ഹാൻഡ് ഗൺ കൊണ്ട് മാത്രമാണ് ഇവരുടെ മുമ്പ് പോയതെങ്കിൽ ഇവന്മാരെ നല്ല അടിയടിക്കും നമ്മളെ.
ഒരു രക്ഷയില്ലത് അവിടെ നിർത്തം വരുന്നുണ്ട്. എനിക്ക് കറക്റ്റ് എയിം കിട്ടുന്നില്ല. ഞാൻ അത്ര നല്ലൊരു കളിക്കാരനൊന്നും അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു എയിം കിട്ടുന്നില്ല. കറക്റ്റ് നമ്മളുടെ പൊസിഷനിൽ വന്ന് നിന്ന് നോക്ക്. ഓക്കെ, പക്ഷേ ഈ ഒരു ഗെയിമിൽ നിന്നല്ല, എല്ലാ ഗെയിമിലും ക്ലോസ് റേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോട്ട് ഗണ്ണ് നല്ലൊരു പവറാണ്. ഓക്കെ, നമ്മളൊരാളെ കൊല്ലേണ്ടി വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ കടുവ വന്ന് ആ കൂട്ടിയുള്ള കടുവയെ തുറന്നു വിട്ടത് ഏതായാലും നന്നായി. പക്ഷേ നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം കടുവ എവിടെ ഉണ്ട്. അതിനെ നമ്മൾ കൊന്നാൽ മാത്രമേ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കടുവ ശരിക്കും നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ജീവിയാണ്, ഈ ഗെയിമിലായാലും റിയൽ ലൈഫിലായി കഴിഞ്ഞാൽ. രണ്ട് സ്നൈപ്പർ ഹിറ്റ്, 3 സ്നൈപ്പർ ഹിറ്റ് കൊണ്ടിട്ട് മരിച്ചില്ല. 4ാമത് ഓക്കെ ആ 4ാമത്തെ ഹിറ്റിൽ ഡൗൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് പോകാം. അല്ല, കടുവ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ജീവിയാണ്. ഇതിൽ പെട്ടെന്ന് നമ്മൾ മരിക്കും. അത് നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫ് പറയും, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മരിക്കും നമ്മൾ. രണ്ടാമത്തെ പാർട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്, കാരണം നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ ഇനിയാണ് മെയിനായിട്ടുള്ള കളി വരുന്നത്. വാസിൻ്റെ ഒരു ഷിപ്പുണ്ട് ഇവിടെ, ഒരു തകർന്നൊരു ഷിപ്പുണ്ട്. ആ ഷിപ്പിലാണ് വാസിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേ പറ്റും. അത് നമുക്ക് 3ാമത്തെ വീഡിയോയിൽ ചെയ്യാം. വാസിൻ്റെ ആ വലിയൊരു ഷിപ്പ് എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് 3ാമത്തെ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.